നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടെർബോ എന്ന ചിത്രം നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ്. മെയ് മാസം 23-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ ദിവസം തന്നെ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും സിനിമയുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ മൊത്തം തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 50 ലക്ഷത്തിൻ്റെ അടുത്ത ആളുകൾ ട്രെയിലർ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ 2 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രശംസയും കാര്യങ്ങളൊക്കെ ഈ സിനിമയുടെ ട്രെയിലറിന് കിട്ടുന്നുണ്ട്. ഒന്നാകെ, അതായത് സിനിമ ലോകം ഒന്നാകെ ഈ ട്രെയിലർ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ട്രെയിലർ പോലെ തന്നെയാണ് സിനിമയെങ്കിൽ സിനിമ വേറെ ലെവലായിരിക്കും, തരംഗം സൃഷ്ടിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഫസ്റ്റ് അടി യൂട്യൂബിന് നെഞ്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴികെ മറ്റൊരു റെക്കോർഡ് കൂടി നമ്മുടെ ടെർബോ എന്ന സിനിമ കൈവരിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമ ലോകത്ത് ഈ അടുത്ത് റിലീസാകാൻ പോകുന്ന ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന സിനിമയായിട്ട് ടെർബോ എന്ന സിനിമ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. പ്രമുഖ ഓൺലൈൻ ഡാറ്റാബേസ് ടീമായിട്ടുള്ള IMDbയുടെ പട്ടികയിലാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടെർബോ എന്ന സിനിമ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അതും പാൻ ഇന്ത്യൻ ചിത്രങ്ങളായിട്ടുള്ള പ്രഭാസിന്റെ കൽക്കി എന്ന സിനിമയും അതുപോലെ തന്നെ കമൽഹാസന്റെ ഇന്ത്യൻ 2 എന്ന സിനിമയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ടെർബോ എന്ന സിനിമ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അത് ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ ഈ ഒരു കൊച്ചു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുപോലൊരു സിനിമ ഈ ഒരു പട്ടികയിൽ 1-ാം സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു വസ്തുതയല്ല. അതും പാൻ ഇന്ത്യൻ ചിത്രങ്ങളെ മറികടന്നുകൊണ്ട്. അതെന്തായാലും വരാനിരിക്കുന്നത് ഒരു അടാറ് ഇടിവിട്ട സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ടെർബോ എന്ന സിനിമ നല്ലൊരു കഥാപശ്ചാത്തലം നോക്കി സിനിമ കാണാൻ പോകുന്നവർക്ക് പറ്റിയ ഒരു സിനിമയല്ല. അതുപോലെ തന്നെ ലോജിക് നോക്കി സിനിമ കാണാൻ പോകുന്ന ആളുകൾക്ക് പറ്റിയ സിനിമയല്ല. അതുപോലെ തന്നെ നല്ലൊരു കുടുംബ പടം പ്രതീക്ഷിച്ച് പോകുന്ന ആളുകൾക്ക് പറ്റിയ സിനിമയല്ല. അതുപോലെ തന്നെ പ്രകൃതി സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ സിനിമയല്ല. അങ്ങനെയുള്ള ആളുകൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് പോയിട്ട് നിങ്ങളെ ഈ ഒരു സിനിമ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ പുറത്ത് വന്നിട്ട് നെഗറ്റീവ് പറയാനൊന്നും നിൽക്കണ്ട. ഇത് പക്ക ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. എല്ലാം മറന്ന് തിയേറ്ററിൽ ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും പറ്റുന്ന ഒരു സിനിമയായിട്ടായിരിക്കും ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അത് പൂർണ്ണമായിട്ട് അതുപോലൊരു സിനിമയായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ട്രെയിലർ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മേൽപ്പറഞ്ഞ ആളുകളൊന്നും സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചേ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയെ നെഗറ്റീവ് പറയാനും ഒരാൾ തന്നെ 10-20 പേരെ അടിച്ചിരുന്നുണ്ട്. ഇത് ഭൂലോക കത്തി സിനിമയാണ്, ഫൈറ്റ് സിനിമയാണെന്നൊന്നും പറഞ്ഞ് പുറത്ത് വന്നിട്ട് ബഹളം വെക്കാനും കരയാനും നിൽക്കണ്ട. ഇത് അതുപോലെ, അതായത് തിയേറ്ററിൽ ആഹ്ലാദിക്കാനും ആഘോഷിക്കാനും ഇടിപ്പടങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യം പൂർണ്ണമായി തീർച്ചയാണ്. 95% അങ്ങനെ തന്നെയായിരിക്കും. സിനിമ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ട്രെയിലർ എല്ലാവരെയും പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയും ആകാംക്ഷയും നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചാൽ, സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ വന്നാൽ പിന്നീട് കാണാൻ പോകുന്നത് തിയേറ്ററിൽ ബോക്സ് ഓഫീസ് വേട്ടയായിരിക്കും. നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ഹൈ വോൾട്ടേജ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ആ ഒരു ഗണത്തിൽ പെടുന്ന സിനിമയാണ്. അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് 100% തൃപ്തിപ്പെടുന്ന സിനിമയായിരിക്കും ഈ ടെർബോ എന്ന സിനിമ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. സിനിമയുടെ അണിയറ പ്രവർത്തകർ സിനിമയ്ക്ക് മാക്സിമം തിയേറ്ററുകളുടെ എണ്ണം, സ്ക്രീനുകളുടെ എണ്ണം കൂട്ടാൻ പരമാവധി ശ്രമിക്കുക.